Ha! We be up in the club. Ha ha. Strong. We strong. He's got a toy. Ha. 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 പന്നി നിനക്കെന്താ ഞങ്ങളെ പണി അറിയാൻ മനസ്സിലായ ടീനോ നിനക്ക് പെമ്പിള്ളേരെ വേഷം കിട്ടും ഈ പരനാറിനെ കണ്ടല്ലോ. നമുക്ക് എന്ത് പണി കൊടുക്കണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ, അത് മര്യാദക്ക് മാപ്പ് പറയണം. മാപ്പും കോപ്പൊന്നും വേണ്ട, ഈ മാപ്പി ഗുദേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. Strong. മാപ്പി ഗുദേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് നടന്നു. എന്താടാ മാപ്പി ഗുദേ മാപ്പി ഗുദേ എന്ത് മാപ്പി ഗുദേ എന്താന്ന്? നീയൊക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺസ് ഇട. എന്താ ഉണ്ടായത്? എന്നോടാ ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങളൊരു തമാശക്ക്. എൻ്റെ ഒക്കെ ഒരു തമാശ. ഒരു ദിവസം എല്ലാവരും എൻ്റെ കയ്യിൽപ്പെടും. അന്നൊക്കെ എൻ്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ? പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ടീനയും സോജേഷൻ ക്ലാസ്സിൽ പോയിക്കോ. ആ നിങ്ങളവിടെ നിൽക്ക്. നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെയൊക്കെ മുൻഗാമികൾ. ഓ സാറാണ് ഇവരേക്ക് വലിയ നില എത്തിച്ചത്. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അവന് പരാതി ഇല്ലാത്ത കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടേനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. നാളെ നിങ്ങളുടെ പേരൻസിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. പോകോ. അത് പോരെ ലിങ്കൻ സാറേ? ധാരാളം. എന്തേ ലാസ്റ്റ് വേണേ അല്ലെ നമ്മളിപ്പോ കുറെ ഉണ്ടാക്കും. ഇതൊന്നും ഫിൽട്ടറിക്കാമ്പോ കോപ്പാണ് അയാള് വെടിവെപ്പ് മേടിച്ച് ഓടി വന്നത്. ഇന്നലെ അയാളുടെ വെടിവെപ്പ് കൂടിയിട്ട് പറഞ്ഞിട്ട് ഗുരുത്വദോഷം അത് പറയരുത്. പ്രിൻസിപ്പൽ എന്താ പറഞ്ഞേ? ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ. പിന്നെയും പറഞ്ഞു എന്താ അവരോട് നിങ്ങൾ എന്താ പറഞ്ഞേ? മാപ്പി ഗുദേ പറയിച്ചു. അതെന്തീ മാപ്പി ഗുദേ? മാത പിത ഗുരു ദൈവം. ക്ലാസ്സിൽ പോടി. ഏതിലും പെണ്ണു കണ്ടിട്ട് പുറകെ പോണു. നാണവൂലേ എല്ലാരുടെ അടുത്ത് മാപ്പി ഗുദേ പറയിക്കാൻ? നമുക്ക് കൂടി പാതം ഉണ്ടോ? നമുക്ക് കൂടി മതമാണ് ഓർക്കണം. ബാ നമുക്ക് ക്ലാസ്സിൽ കയറാം. സാറൊന്നും പറഞ്ഞു അവിടെ കാത്തിട്ടുണ്ട്. വരണം സാറുമാര് വരണം. ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ടി സി. സാരമില്ല, അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കെ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് 9ാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അസൈൻമെൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ 2 അസൈൻമെൻറ്റ്സിനും ഒരേ 100. ഒന്ന് നമ്മുടെ ടീനയുടെ, മറ്റേ വൈശാഖിൻ്റെ. ടീനെ വൈശാഖല്ലേ എഴുതി തന്നെ? വൈശാഖ് എന്നാണ്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി. ചെല്ലേ, അതല്ലേ വൈശാഖ് അതിൻ്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനെക്കൂടെ നിർബന്ധിച്ച് അതെയോ? എന്നാ ടീന എവിടെ ഇരിക്കും? വൈശാഖ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ. കൊറേ കാട്ടുമുട്ടിയാൻ പറ്റും. ഗെറ്റ് ഔട്ട്. സൈലൻസ്. വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. അവിടെ സ്റ്റാർട്ടായിട്ട് കയറൂ. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി നേരത്തെ പറഞ്ഞു. ഓ ഇപ്പഴെങ്ങാൻ ചാട്ടാവോ? ഇല്ല, എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ.
ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയിരുന്നു. ഇവിടെ തന്നെ ചുറ്റിയിടുന്നു. വണ്ടിയുടെ ട്രിഗാൽമെന്റ് പൊളിയെന്നാ തോന്നുന്നത്. പിടിച്ചിടും വലിച്ചു. ഒന്ന് ആഞ്ഞ് തള്ളു സാറേ. സാറിന്റെ തള്ളു ലൂട്ടാപ്പി ലൂട്ടാപ്പി എന്നെ കൊണ്ട് ഹോംവർക്കൊന്നും ചെയ്യാൻ വയ്യ. ഒന്ന് പോടും. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പിടിച്ച പണിയായിരിക്കും. എന്ത് പണിയാ സാറിന് കൊടുത്തേ? ഞാനെന്ത് പണി കൊടുക്കാനാടാ? ഈ എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ കിട്ടുമാരെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയതാ ചെന്നിക്കുത്ത്. ഇതുള്ളോണ്ടല്ലോ പനി ഓസിന് യാത്ര ചെയ്യുന്നു. വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ടൊന്ന് പറഞ്ഞുതരാം. പലതും തീരും. ഞാൻ ഈ കിട്ടല്ലാതെ വണ്ടികളിലെ തള്ളടോ തള്ളുകാരൻ എന്നാലും ഓസടിച്ചല്ലേ കുറച്ചേരം പണിയെടുത്തു. വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ. ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരുടെ തന്തമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്ക് ബൈക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാടും ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പടിയാ. ഇതാ പറയുന്നത് മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പണിപ്പുര. അല്ല അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം പഞ്ചാരയാ. റോണി സാറ് പഞ്ചാരയും പിള്ളേരവർക്ക് പാരയും. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്കെ കൊണ്ടടിക്കണം എന്നാ പ്രമാണം. അല്ല അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവര് ബുദ്ധിമാന്മാരാ. അടിയെല്ലാം താൻ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോഴേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തതെന്ന് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സാപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബം കലക്കുന്നാടോ നല്ല കാര്യം? അർദ്ധരാത്രിയിലാണ് വാട്സാപ്പ് ചെയ്തത്. അതും 5 ഡിഫറെന്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം, ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ, അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ, നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയാ മറുപടി. മൗനമാണ് സാറേ നല്ലത്. എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബാവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. അതെ, കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നത്. ഇവിടെ തെറ്റാൻ വഴിയൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. അങ്കിളെ എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. അങ്ങനെ ഒരു പരിഗണന അങ്കിളിന് കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി.
അങ്ങളെ അങ്ങളെ ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാന്ന് അറിയോ? അത് അവരുടെ മക്കൾ പേരെടുക്കുമ്പോൾ. അതെ അതെ അങ്ങനെ നോക്കുവാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവാനാണ്. അയ്യോ നിന്റെയൊക്കെ നാട്ടിലായിരുന്ന പണ്ട് കാക്ക കൊണ്ടുപോയി ആ, അത് തന്നെ